എന്താണ് എനിക്ക് ആദ്യം പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, ഈ സൂക്ഷ്മത, ശ്രദ്ധ, അല്ലെങ്കിൽ ചിലപ്പോൾ നാം ഭക്തി എന്നൊക്കെ മലയാളം പറയുന്ന തഖ്വ എന്ന് പറയുന്ന അത് നമ്മിൽ സ്ഥായിയായി ഉണ്ടാവേണ്ട ഒരു സ്വഭാവമാണ്, അഥവാ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു സ്വഭാവമാണ്. എന്ന് വെച്ചാൽ എന്നിൽ, നമ്മിലൊക്കെ ജീവിതത്തിൻ്റെ ചില സമയങ്ങളിൽ ഭയങ്കര തഖ്വയാണ്, ഭയങ്കര സൂക്ഷ്മതയാണ്. ചില സ്ഥലങ്ങളിലോ ആ തഖ്വ കാണാനേ ഇല്ല, അല്ലെങ്കിൽ ആ ശക്തിയിലല്ല. ഇതാണ് എൻ്റെ അവസ്ഥ എനിക്ക് തോന്നാറ്. നമ്മുടെ പലരുടെയും അവസ്ഥ ഇതല്ലേ? എല്ലാവരെയും ഞാൻ പറയുന്നില്ല. അങ്ങനെയല്ലല്ലോ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. ജന്മനാ ലഭിക്കുന്നതോ ഒരു സമൂഹത്തിൽ എത്തിപ്പെട്ടതുകൊണ്ടോ കിട്ടുന്നതല്ല. പകരം ഒരു വ്യക്തി അധ്വാനിച്ച് ശ്രമിച്ച് നേടിയെടുത്ത് വശത്താക്കിയിട്ട് നഷ്ടപ്പെടാതെ കൂടെ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഖുർആനും ഹദീസുകളും ഈ സൂക്ഷ്മത എന്ന ബോധത്തെപ്പറ്റി പറയുന്നത്. ഇന്ന് ഇമാം ഖുതുബ ആരംഭിച്ച ഹദീസുണ്ട്, ലാ യൻദുറുല്ലാഹു ഇലാ അജ്സാദിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അള്ളാഹു നിങ്ങളുടെ ശരീരഭംഗിയോ ശരീരപ്രകൃതിയോ നോക്കുന്നില്ല, നിങ്ങളുടെ രൂപങ്ങൾ അത് അള്ളാഹുവിൻ്റെ ഒരു പ്രശ്നമല്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ മനസ്സുകൾ എന്താണ് അതാണ് പടച്ചവൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. നമസ്കാരം എന്ന പുണ്യപ്പെട്ട ആരാധനാകർമ്മം പോലും പടച്ചവൻ്റെ പൊരുത്തത്തിന് വേണ്ടി എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുമ്പോൾ പുണ്യമായി മാറുന്നു. അത് ജനങ്ങൾ കാണിക്കാനോ മറ്റ് ആക്ഷേപങ്ങൾ രക്ഷപ്പെടാനോ മറ്റ് ഉദ്ദേശങ്ങൾക്കോ വേണ്ടിയാവുമ്പോൾ അതൊരു ആരാധന എന്നതിനേക്കാളേറെ അതൊരു തമാശയായോ ഒരു കുറ്റകരമായ കാര്യമായി പരിണമിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മുടെ മനസ്സെന്താണെന്ന് അള്ളാഹ് നോക്കി. ഇത് ഈ കാര്യം പറയാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്താണ്, ഈ കാര്യം ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നിങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൂറ് കാണിക്കാൻ ആ വാചകം ഞാൻ ആവർത്തിക്കട്ടെ, അന്ത്യപ്രസംഗത്തിലെ പ്രവാചകം, അത്തഖ്വ ഹാഉന, ഈ സൂക്ഷ്മത എന്ന് പറയുന്ന സ്വഭാവം ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയാണ്. 3 തവണ ആവർത്തിച്ചു തൻ്റെ അന്ത്യപ്രസംഗത്തിൽ. ആ 3 തവണയും ഹൃദയത്തിന് നേരെ, നെഞ്ഞിന് നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന തഖ്വ എന്നത് അവൻ്റെ ഹൃദയത്തിലാണ്, അവൻ്റെ മനസ്സിലാണത് ഉണ്ടാവുക. മനസ്സിലുണ്ടാവുക എന്നതിൻ്റെ അർത്ഥം മാറിപ്പോവാതെ, വേഷമാണെങ്കിൽ അഴിച്ചു വെക്കുമ്പോൾ പോവും, മറ്റെന്തായിരുന്നാലും താൽക്കാലികമായിരിക്കും. മനസ്സിൽ ഉറക്കേണ്ട ഒരു സ്വഭാവമാണത്, ഒരു ശീലമാണത് എന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു, നോമ്പ് നോൽക്കാൻ വേണ്ടി പറഞ്ഞു, ഹജ്ജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, പിന്നെ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, എല്ലാം പറഞ്ഞു. നമ്മിലുണ്ടായൊരു ധാരണ അതാണ് തഖ്വ എന്നാണ്, അല്ലേ? നമ്മളൊരാളെ പറ്റി അയാൾ തഖ്വയുള്ളവനാന്ന് പറയപ്പെടാ, അയാൾ നമസ്കരിക്കുന്ന കണ്ടാൽ നമ്മൾ അയാളെ പറ്റി പറയും അയാൾക്ക് തഖ്വ ഉണ്ട് എന്ന്. പക്ഷെ നിങ്ങൾ ഖുർആനിലെടുത്ത് മറിച്ച് നോക്കൂ, നമസ്കാരം ഒരു തഖ്വയാണ്, നോമ്പ് തഖ്വയാണ്, സകാത്ത് തഖ്വയാണ്, ഹജ്ജ് തഖ്വയാണെന്ന് ഖുർആൻ എവിടെ പറഞ്ഞേ? ഖുർആൻ പറഞ്ഞ എങ്ങനെയാണെന്നറിയോ? നമസ്കാരം ശീലിക്കുക അത് തഖ്വ ഉണ്ടാക്കാൻ സഹായിക്കും, നോമ്പ് നോൽക്കുക അത് നിങ്ങളെ തഖ്വയിലേക്ക് എത്തിക്കും, സകാത്ത് കൊടുക്കുക തഖ്വയായിരിക്കണമെന്ന് പ്രേരിപ്പിക്കുന്നത്. ഹജ്ജിന് പോകുമ്പോൾ തഖ്വ ഒരുങ്ങിയിട്ട് പോയാൽ മതി, കാശുണ്ടെന്ന് വിചാരിച്ച എല്ലാവരും അങ്ങോട്ട് പുറപ്പെടണമെന്നില്ല. അപ്പം സത്യത്തിൽ ഈ ഇബാദാത്തുകളല്ല തഖ്വ എന്ന് പറയുന്നത്. നമ്മുടെ പൊതുധാരണ നോക്കൂ നിങ്ങൾ. ഞാനൊരു പുതിയ പൊളിച്ചെഴുത്ത് നടത്തുന്നല്ലേ, തെറ്റിദ്ധരിക്കണ്ട. നമ്മളൊരാൾ സാധാരണഗതിയിൽ നമ്മുടെ ഒരാൾക്ക് തഖ്വ ഉണ്ട് എന്ന് പറയലോ, എനിക്ക് തഖ്വ ഉണ്ടെന്ന് ഞാൻ തീരുമാനിക്കൽ എപ്പോഴാണെന്നറിയോ? ഞാൻ കൃത്യമായി പള്ളിയിൽ പോകുമ്പോഴാണ്. പള്ളിയിൽ പോകണ്ടെന്നല്ല പറഞ്ഞത്, നിസ്കരിക്കണ്ടെന്നല്ല പറഞ്ഞത്. ആ കർമ്മങ്ങളാണ് തഖ്വ എന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. നിങ്ങൾ ഈ കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളിൽ തഖ്വ ഉത്ഭവിക്കും, ഉണ്ടായിത്തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ തഖ്വ എവിടെയാണ്? തഖ്വ ജീവിതത്തിലാണ്. ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ആരാധന, അല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ അതല്ലല്ലോ യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറയുന്നത്. ഇത്തഖുല്ല, നിങ്ങൾ പടച്ചവനെ സൂക്ഷിക്കുക. ഖുർആൻ പറഞ്ഞ സംസാരം നോക്കൂ നിങ്ങൾ. നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലമയും തഖ്വ വേണ്ട ഭാഗങ്ങളായി പറഞ്ഞു നോക്കുക. എവിടെയാണ് തഖ്വ? ഇത്തഖുല്ല, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. എന്നിട്ട് വദറു മാ ബഖിയ മിന റിബ, പലിശ ഇനത്തിൽ വല്ലതും കിട്ടാനുണ്ടെങ്കിൽ വാങ്ങിയത് വാങ്ങി, ഇനി മേലാൽ വാങ്ങരുത്. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ പേരിലോ ആർക്കെങ്കിലും കടം കൊടുത്തതിൻ്റെ പേരിലോ ഏതെങ്കിലും മേഖലയിൽ നിന്ന്, കേന്ദ്രത്തിൽ നിന്ന് പലിശയായി വല്ലതും വരുന്നുവോ, ആ പണം എനിക്ക് വേണ്ടെന്ന് പറയാൻ നിങ്ങളെ കൊണ്ടാവണം. ഇത്തഖുല്ല, അവിടെയാണ് നിങ്ങളുടെ തഖ്വ കാണേണ്ടത്.
എഴുതിലു, നിങ്ങൾ എവിടെയും നീതിക്ക് വേണ്ടി നിലകൊള്ളണം. ദാലിക അഖറബുലി തഖ്വ, അതാണ് നിങ്ങളെ തഖ്വയോട് കൊണ്ടുപോയി അടുപ്പിക്കുക. നിങ്ങളുടെ തഖ്വ പ്രകടമാവേണ്ടത് ഒരു വിഷയത്തിന് തീരുമാനം പറയുമ്പോഴാണ്, തീർപ്പ് പറയുമ്പോഴാണ്. അത് ഭാര്യയും നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാവട്ടെ, പുറത്ത് ആളുകളുമായി ബന്ധപ്പെട്ട വിഷയമാവട്ടെ, കക്ഷിത്വങ്ങളുടെ പ്രശ്നങ്ങളാവട്ടെ, എന്താവട്ടെ, നിങ്ങൾ ന്യായത്തിൻ്റെയും നീതിയുടെയും ഭാഗത്ത് നിൽക്കുക. അതിന് നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ അവിടെ നിങ്ങൾക്ക് തഖ്വയുണ്ട്. ഇത്തഖുല്ല വകൂനു മഅ സ്വാദിഖീൻ, നിങ്ങൾ തഖ്വയുള്ളവരാവണം, നിങ്ങൾ സത്യം പറയുന്നവരാവണം. സത്യം, എന്തിലും സത്യം. ഒരു കല്യാണം ആലോചിച്ചു, എന്താ കുട്ടിയുടെ പ്രായം? യഥാർത്ഥ പ്രായം പറയണം. എന്താ അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യത? തോറ്റെങ്കിൽ തോറ്റെന്ന് പറയണം. ഒരു ഡിഗ്രിയുടെ പേര് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ പാസ്സായി എന്നാ. അവൻ ഇന്ന ഡിഗ്രി ഉണ്ടെന്ന് അത് മനസ്സിലാക്കുക. അവനത് പാസ്സായിട്ട് പറയണം, അവൻ ഇത്ര വരെ പഠിച്ചു, 2 പേപ്പർ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ 3 പേപ്പർ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ഇത്ര സെമസ്റ്റർ എഴുതാനുണ്ട്, അവൻ പഠിക്കാൻ മോശമാണ്. ആ സംഭവം സത്യാവസ്ഥ പറയണം. ഈ കുട്ടിയെ ഒരിക്കൽ വിവാഹം കഴിപ്പിച്ചതാ, 1 മാസം താമസിച്ചു, അല്ല 1 കൊല്ലം താമസിച്ചു, എന്താണോ ആ സത്യം, ആ സത്യം പറയണം. ഈ വണ്ടിയുടെ അവസ്ഥ എന്താണ്? ഈ വണ്ടി മോശമാണ്, ഒരുപാട് കംപ്ലൈൻറ്റ് ഉണ്ടാവാറുണ്ട്, ഇത് ഞാൻ ഇത്ര കാലം ഉപയോഗിച്ചു, എന്താണോ അതിൻ്റെ സത്യാവസ്ഥ അത് പറയണം. അത് പറയാൻ പ്രേരിപ്പിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ആ മനസ്സിൽ തഖ്വയുണ്ടെന്ന് മനസ്സിലായിക്കോളും. ഈ ഭക്ഷണ സാധനത്തിന് എത്ര നാളത്തെ പഴക്കണ്ടോ? ഇതൊരു 3 ദിവസത്തെ പഴക്കമുണ്ട്. ഇത് ഫ്രഷാണ്, പുതിയതാണെന്നല്ല. ഈ വിൽക്കുന്ന സാധനം, ഈ മീൻ എത്ര കാലം പഴക്കമുള്ളതാ? ഇതൊരുപാട് കാലം ഫ്രീസറിൽ ഇരിക്കുന്നതാ, ഇപ്പോൾ എടുത്ത് പുറത്തിട്ടതാ. അതിൻ്റെ സത്യാവസ്ഥ പറയണം. ഇത്തഖുല്ല, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കുക. ഫഅദിലു ബൈന ഔലാദിക്കും, മക്കൾക്കിടയിൽ നീതി കാണിക്കണം. മക്കൾ ആണായാലും പെണ്ണായാലും രക്ഷകർത്താക്കളുടെ നമ്മുടെ മക്കളാണവർ. പക്ഷെ നമുക്കൊക്കെ അറിയാം, ഏതെങ്കിലും ഒരു കുട്ടിയോടോ 2 കുട്ടിയോടോ പല കാരണങ്ങൾ കൊണ്ട് നമുക്കൊരു പ്രത്യേക താല്പര്യം തോന്നും. ഒരുപക്ഷെ ആദ്യത്തെ കുട്ടിയായതുകൊണ്ട്, അല്ലെങ്കിൽ അവസാനത്തെ കുട്ടിയായതുകൊണ്ട്, അല്ലെങ്കിൽ രോഗത്തിനടിപ്പെട്ട കുട്ടിയായതുകൊണ്ട്, ജീവൻ നഷ്ടപ്പെട്ടോ എന്ന് വിചാരിച്ച് തിരിച്ചു കിട്ടിയ കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ അനുസരണശീലമുള്ള കുട്ടിയാണെങ്കിൽ, പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ, അങ്ങനെ പലതും ഉണ്ടാവും. പക്ഷെ അതൊക്കെ ശരിയാ, മാനസികമായ സ്നേഹം തുല്യമായി വീതിക്കാൻ പറ്റില്ല. പക്ഷേ സാധാരണഗതിയിൽ നൽകപ്പെടേണ്ട മറ്റ് ഭൗതികമായ സൗകര്യങ്ങളും പരിഗണനകളുമില്ലേ, അതിൽ കുട്ടികൾക്കിടയിൽ നീതി കാണിക്കണം. അത് ചെറുപ്പത്തിലും വേണം, വലുതായാലും വേണം, ഏത് പ്രായത്തിലും വേണം കുട്ടികളോട് കാണിക്കുക. സ്വന്തം മക്കൾക്കിടയിൽ നീതി കാണിക്കാൻ സാധിക്കണം. ഇത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കുക. ഭാര്യമാരുടെ കാര്യത്തിൽ അല്ലാഹനെ സൂക്ഷിക്കുക. എന്നെയൊക്കെ ഞാൻ തല്ലിയാൽ ആരാടി ചോദിക്കാൻ വരാൻ? ഇനി ഞാൻ തന്നെ തലാക്ക് ചെല്ലിയാൽ തന്നെ എനിക്കത് വരാൻ, എനിക്ക് 100 പെണ്ണുങ്ങളെ വേറെ കിട്ടും. ആ ജാതിയൊന്നും തൻ്റെ കെട്ടിയവളോട് പറയാൻ നമുക്ക് അനുവാദമില്ല. നമുക്കതിന് അനുവാദം പടച്ചോൻ തന്നിട്ട് വേണേ. ഇത്തഖുല്ലാഹ ഫിന്നിസാ, ആ പെണ്ണിനെ ഇട്ട് കരയിപ്പിച്ച്, ആ പെണ്ണിനെ നിലവിളിപ്പിച്ച്, അവളെ കൊണ്ട് ബേജാറാക്കിച്ച് ജീവിതത്തെ ആകെ അസ്വസ്ഥമാക്കി തീർക്കുക ചെയ്യേണ്ടത്. ഇത്തഖുല്ലാ, ഒരു പക്ഷേ അവളെ വേണ്ടപ്പെട്ടവരാരും ചോദിച്ചില്ലെന്ന് വരാം, ചോദിക്കാൻ ആളുണ്ടായില്ലെന്ന് വരാം, അവളും തന്നെ എല്ലാം സഹിച്ചെന്ന് വരാം. പക്ഷേ ഇത്തഖുല്ലാ ഫിൽ ബഹായിം, മൃഗങ്ങളുടെ കാര്യത്തിൽ പടച്ചവനെ സൂക്ഷിക്കുക. നന്നായി തീറ്റ കൊടുക്കുക, ആരോഗ്യമുള്ള സമയത്ത് വാഹനമായി ഉപയോഗിക്കുകയും ചെയ്യുക. ജോലി എടുപ്പിച്ചോ, ഒട്ടകത്തെ കാളയെ കൊണ്ട് ജോലി എടുപ്പിച്ചോ, പക്ഷെ നന്നായി ഭക്ഷണം കൊടുക്കണം, വിശ്രമിക്കാൻ അവസരം കൊടുക്കണം. അതിലേറെ ചെയ്യാൻ പാടില്ല. ആ മിണ്ടാപ്രാണി നമ്മളോട് സംസാരിക്കില്ല, പക്ഷേ നമ്മുടെ പശുവല്ലേ, നമ്മുടെ കഴുതയല്ലേ, അങ്ങനെ ചെയ്യരുതെന്ന പ്രവാചകൻ. ഇത്തഖുല്ലാഹ ഫിൽ ബഹായിം, മൃഗങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ പടച്ചവനെ സൂക്ഷിക്കുക. ഇത്തഖുല്ലാഹ ഫിമാ മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളുടെ കീഴിൽ അടിമകളുണ്ടെങ്കിൽ ആ അടിമകളുടെ വിഷയത്തിൽ നിങ്ങൾ പടച്ചവനെ സൂക്ഷിക്കുക. പറഞ്ഞ ഉദാഹരണങ്ങൾ മതിയാവുമല്ലോ. അടിമകൾ നമ്മുടെ നാട്ടിലില്ല, പക്ഷെ വേലക്കാരും കീഴ് ജീവനക്കാരുമായി പലരുമില്ലേ. അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം, ഞാൻ തഖ്വയുള്ളവനാവണം, നമ്മൾ തഖ്വയുള്ളവരാവണം എന്നാണ് ഓരോ ദിവസവും ഓരോ നേരവും നമ്മുടെ ശ്രമം. അള്ളാഹുവിൻ്റെ പക്കൽ അങ്ങനെ നമ്മൾ എഴുതപ്പെടണം, പരിഗണിക്കപ്പെടണം എന്നതാണ് നമ്മുടെ തേട്ടവും ആഗ്രഹവും. അവിടെ നമ്മൾ പഠിച്ചറിയുക, ഓർമ്മിക്കുക. ഒരു ഭാഗം തൽക്കാലം കടന്നു വരികയും ചിലപ്പോൾ ഇല്ലാതെ പോവുകയും ചിലപ്പോൾ അത് ശക്തമായി നിലനിൽക്കുകയും ചിലപ്പോൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒന്നല്ല. അതെൻ്റെ ജീവിതത്തെ, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നൊരു ഭാഗമാണ്.